നടൻ മാമുക്കോയുടെ രാഷ്ട്രീയവും വോട്ടോർമ്മകളും പങ്കുവെച്ച് മകൻ നിസാർ മാമുക്കോയ. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ മാമുക്കോയുടെ കണ്ണ് നിറയുമായിരുന്നുവെന്ന് മകൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസ് രാജ്യം ഭരിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് അല്ലാത്തവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിലെ ചില നേതാക്കൾക്ക് അത്തരം ആഗ്രഹമില്ലെന്നും നിസാർ മാമുക്കോയ പറഞ്ഞു. മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് മാമുക്കോയ. മലയാളിയെ ഏറെ ചിരിപ്പിച്ച, ഏറെ ചിന്തിപ്പിച്ച ആ നടന് വ്യക്തമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇന്നത്തെ വോട്ടോർമ്മയിൽ നടൻ മാമുക്കോയയുടെ രാഷ്ട്രീയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് മകനായിട്ടുള്ള നിസാർ മാമുക്കോയ. നിസാർക്ക, പ്രത്യേകിച്ച് മാമുക്കോയ്ക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരനാണ്, പരപ്പൽ മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വോട്ടോർമ്മകൾ മകൻ എന്ന നിലയിൽ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ഇപ്പോൾ നല്ല തികഞ്ഞൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. 45 അബ്ദുറഹ്മാൻ സാഹിബ് മരിച്ചു. അപ്പോൾ ഈ യാത്രയിലൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരൂ അബ്ദുറഹ്മാൻ സാഹിബ് എന്താ, ഇന്ദിരാഗാന്ധി എന്താണെന്നൊക്കെ. കൂടുതൽ ഇന്ദിരാഗാന്ധിനെ പറ്റി പറഞ്ഞാലൊക്കെ കണ്ണിൽ വെള്ളം അറിയും. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇന്ദിരാഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ് അബ്ദുറഹ്മാൻ സാഹിബ്. ഇപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബ് അടക്കം അബ്ദുറഹ്മാൻ സാഹിബ് KPCC പ്രസിഡൻ്റ് ആകുമ്പോഴായിരുന്നു ഈ EMS AKG ഒക്കെ KPCC ജനറൽ സെക്രട്ടറിമാരായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സീറ്റൊക്കെ വന്നപ്പോൾ ഇവിടെ എത്തി നിൽക്കുക. ഇപ്പോൾ അതൊരു അടിയുറച്ച് കോൺഗ്രസ്സുകാരനായിരുന്നു. നല്ല നമ്മളൊക്കെ കോൺഗ്രസ്സുകാർ തന്നെ, വോട്ട് ചെയ്യലൊക്കെ കോൺഗ്രസ്സിനെ. പക്ഷെ ഇപ്പോൾ ഇനിയും കോൺഗ്രസ്സിനെ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായിട്ട് നിലനിർത്താൻ പറ്റുള്ളൂ. കോൺഗ്രസിൻ്റെ ഒരു അടിവേര അങ്ങനെയാണ്. പക്ഷെ അത് കോൺഗ്രസ്സിലെ പല ആളുകൾക്കും താല്പര്യമില്ല കോൺഗ്രസ് നിലനിൽക്കണമെന്ന്. നല്ല അങ്ങേ തല അറ്റത്തുള്ള നേതാക്കളിൽ പോലും താല്പര്യമില്ല. ഇപ്പോൾ ഗുലാം നബി ആസാദ് പോയതൊക്കെ സോണിയാഗാന്ധിനെ കാണാൻ വേണ്ടി 4 ദിവസം സോണിയാഗാന്ധി പിന്നെ വേറൊരാളെ പറഞ്ഞ് ഏൽപ്പിച്ച്, അങ്ങനെ പറഞ്ഞ ഗുലാം നബി ആസാദ് പോയി. അങ്ങനെ ഒരുപാട് ആൾ പോയി. പത്മജ പോയത് പിന്നെ പത്മജ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, കേന്ദ്രത്തിലുള്ള ഒരുപാട് നല്ല ഇപ്പോൾ കപിൽ സിബൽ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ പോണതിനൊക്കെ കോൺഗ്രസ് പഠിക്കേണ്ടതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ടത് വേണം. ഇപ്പോൾ രാജ്യസഭാ സീറ്റ് രാജിവെച്ച് ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കുന്നതിനെ പറ്റും. നമ്മൾ ഈ ന്യൂനപക്ഷ മുസ്ലിങ്ങൾ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ഈ മണ്ണിൽ ജനിച്ച ഈ മണ്ണിൽ തന്നെ വളായി തീരും. അങ്ങനെ പൗരത്വ ബില്ല് വരില്ല, നമ്മളെ ബാധിക്കില്ല. ഇവിടുന്ന് വിട്ടിട്ട് പാകിസ്ഥാനിലൊന്നും പോകാനൊന്നും കഴിയില്ല. കോൺഗ്രസിൻ്റെ നിലപാടുകൾ, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കണമെന്ന് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല നേതാക്കൾ ഒരുപാട് കോൺഗ്രസ് അല്ലാത്തവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഇത് ഞാൻ പലരോടും സൗഹൃദത്തിലൊക്കെ പറയും, രാഹുൽ ഗാന്ധി വിരാൻ വെച്ചിട്ടും മറ്റേ വെങ്കായം എന്ന് പറഞ്ഞിട്ടും കടലിൽ ചാടിയിട്ടൊക്കെ നടക്കുമ്പോൾ 10 ലക്ഷത്തിന് 15 ലക്ഷത്തിന് ഷൂട്ടിട്ടിട്ട് പ്രധാനമന്ത്രി അപ്പുറം വോട്ട് പിടിക്കുക. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് നെഹ്റു കുടുംബം മാറിയത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ അതും അതിൻ്റെ ചീത്തപ്പേര് ഒരുക്കുക. കോൺഗ്രസ് ശക്തിപ്പെടണം, കോൺഗ്രസ് ശക്തമായി മുന്നോട്ട് വരണം. യൂത്ത് കോൺഗ്രസും താഴ്ന്ന നിലന്ന് കോൺഗ്രസ് ഇത് വളർത്തിക്കൊടുന്നു വന്നാൽ തന്നെ ഇന്ത്യയിൽ മതേതരത്വം, നമ്മൾ ഈ പൗരത്വ ബില്ലിന് പാവങ്ങൾക്ക് ഇപ്പോൾ മുസ്ലിങ്ങൾ പോയി, ക്രിസ്ത്യാനി പോയി, കമ്മ്യൂണിസ്റ്റ് പോയി. പിന്നെ ഇവിടെ അടിയന്മാരും സവർണരായിട്ട് മാറും. ഒരു ക്രിസ്ത്യന്മാർ ഇന്നലെ പറഞ്ഞല്ലോ, മറ്റേ ഇതിൻ്റെ ഇസ്രായേലിൽ 24 മണിക്കൂറിൻ്റെ മറ്റേ പലസ്തീൻ 24 മണിക്കൂർ സമയം ഇസ്രായേൽ കൊടുത്തു, മാന്യമായി കാണിച്ചു എന്നൊക്കെ. പലസ്തീൻ്റെ ഭൂമിയിലെ സ്വന്തം മണ്ണിന് വേണ്ടി സമരം ചെയ്യും. 24 മണിക്കൂർ സ്വന്തം വീട് വിട്ടു പോകാനാണ് കൊടുത്തത്. അതിന് മാന്യത ഒന്നല്ല. മണിൻ്റെ അനിയനെ പോലെയുള്ള ഒരുപാട് ആളുകൾ താഴ്ന്ന ജാതിക്കാർ തയ്യപ്പെടും. വലിയ ആ രീതിയിൽ ഒരു മുസ്ലിമും ക്രിസ്ത്യാനൊക്കെ പോയാൽ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്തൊരു സുജിത്ത് എന്നിട്ടൊരു ഫ്രണ്ടാണ്, ഉപ്പൻ്റെ ഫ്രണ്ടാണ്. നാരായണേട്ടൻ സിനിമയിലും നാടകത്തിലൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ ഒരുപാട് 90% സുഹൃത്തുക്കൾ ഉപ്പൻ്റെ ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളൊക്കെ തന്നെ. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മാമുക്കോയ ശക്തനായ മതേതരവാദിയായിരുന്നു. ഒരിക്കലും അദ്ദേഹം ഈ മുസൽമാനായി ജീവിക്കുകയും കലാകാരനായി നിലനിൽക്കുകയും അതേസമയം മറ്റു മതങ്ങളെ ബഹുമാനിക്കുകയും ചെയ്തൊരു നല്ല ഒരു വ്യക്തിത്വമായിരുന്നു, നല്ല പൊതുപ്രവർത്തകനായിരുന്നു. ഇപ്പോൾ ശരിക്കും നല്ല ദൈവവിശ്വാസിയാണ്. ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രതിപക്ഷ ബഹുമാനം കാണിക്കണം. അത് നമ്മൾ മറ്റുള്ളവരുടെ ദൈവത്തിനെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ അവർ നമ്മളെ ദൈവത്തിനെ അവഗണിക്കും. അത് പാടില്ല. ഒരു മതത്തിന് ഒരാൾ അതിങ്ങനെ ലക്കും ദീനക്കും വലിയത്, നിനക്ക് നിൻ്റെ മതം എനിക്ക് തന്നെ. അതായത് നിരീശ്വരവാദത്തിനോടാണ് പറഞ്ഞത്. ദൈവവിശ്വാസം ഇല്ലാത്ത ആളോട് പറയാം, നിങ്ങൾക്ക് നിങ്ങളെ മതം, ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല, നിങ്ങൾ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിക്കാൻ പോകണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാനില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. ബഹുമാനം നിർബന്ധമായിട്ട് വേണം. അത് ആരോടും വേണം. അയൽവാസി ആയാലും അവർണനായാലും ഹിന്ദു ആയാലും ഏത് അന്യ സംസ്ഥാന തൊഴിലാളി ആയാലും അങ്ങനെയൊക്കെ ബഹുമാനം എല്ലാവരോടും കാണിക്കണം. മറ്റൊന്ന്, ഈ ഉപ്പയുടെ കൂടെ വോട്ട് ചെയ്യാൻ പോയ ഒരു ഓർമ്മ എങ്ങനെയാണ് പങ്കുവയ്ക്കേണ്ടത്? അത് ചെറുപ്പത്തിലാവാം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രായമായ സമയത്താവാം. കഴിഞ്ഞ പാർലമെൻറ്റ് ഞാൻ വയനാട്ടിലാണ്. രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബത്തിലൊരു വോട്ട് ചെയ്യാൻ കിട്ടിയൊരു ഭാഗ്യം, അത് വലിയൊരു ഭാഗ്യമായിട്ട് കണ്ട. ഞാൻ എൻ്റെ മോൻ്റെ
കന്നിവോട്ട് 18-ാം വയസ്സിൽ കന്നിവോട്ട് രാഹുൽ ഗാന്ധിക്കാണ്. വൈഫ് ഞാൻ വയനാട്ടിൽ ഒരു ദിവസം കൊണ്ട് വോട്ടൊക്കെ മാറ്റി അത്ര ആവേശത്തിൽ വോട്ട് ചെയ്ത ആളാണ് ഞാൻ. 4,30,000 വോട്ട് ഭൂരിപക്ഷം ഉണ്ട് രാഹുൽ ഗാന്ധിക്ക്. ഇപ്രാവശ്യം അത്ര ഉണ്ടാവാൻ സാധ്യതയില്ല. അന്നൊരു പ്രധാനമന്ത്രി വയനാടിൻ്റെ MP ആവുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അന്ന് പ്രതീക്ഷ. അന്ന് ഒരുപാട് ആളുകൾ, ഞാനന്ന് പോയപ്പോൾ തന്നെ അവിടെയുള്ള എന്നെ പരിചയമുള്ള ഒരുപാട് ആളുകൾ മക്കളെ വോട്ട് ചേർത്താനൊക്കെ അവസാന ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അന്നേരം വോട്ട് ചേർത്തിയൊക്കെ വോട്ട് ചെയ്ത ആളുകളുണ്ട്. അത് ഇന്ദിരാഗാന്ധിൻ്റെ നെഹ്റുവിൻ്റെ ഒക്കെ കുടുംബത്തിനോടുള്ളൊരു ബഹുമാനമാണ്. ഇപ്പം പറയാനുള്ളത് രാഹുൽ ഗാന്ധി വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി നമ്മൾ ഈ ന്യൂനപക്ഷങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകണമെന്നൊക്കെ പറയുന്ന അവസ്ഥ വേറെ ആരും പറയുകയാണെങ്കിലും സാധിക്കില്ലെങ്കിലും നമ്മളെ വിശ്വാസമൊക്കെ ഇപ്പോഴും കോൺഗ്രസ്സിലാണ്. എന്തായാലും മാമുക്കോയയുടെ രാഷ്ട്രീയം പറഞ്ഞതിനോടൊപ്പം തന്നെ ഇപ്പോൾ വേണ്ട ചില രാഷ്ട്രീയ ചിന്തകൾ കൃത്യമായി തന്നെ, കാരണം രാജ്യത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് അല്ലാത്തവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് ആ ചിന്ത ഇല്ല എന്നാണ് മാമുക്കോയുടെ മകൻ നിസാർ മാമുക്കോയെ പറയുന്നത്. ഒപ്പം ഉപ്പയുടെ വോട്ടോർമകളെക്കുറിച്ചും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് പങ്കുവച്ചു. ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.